Hello students, welcome back to Isaac's Physics Classroom. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വർക്ക് ഡൺ ഇൻ തെർമോഡൈനാമിക് പ്രോസസ്സസ്. ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിലെ വർക്ക് ഡൺ എങ്ങനെയാണ് കാണുക, അതുപോലെ ഐസോകോറിക് ആൻഡ് ഐസോബാറിക് ഈ രണ്ട് കേസിൽ വർക്ക് ഡൺ എന്താണ്, ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വർക്ക് ഡൺ ഇൻ എ തെർമോഡൈനാമിക് പ്രോസസ്സ്. ഒരു ജനറൽ ആയിട്ട് ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിൽ വർക്ക് ഡൺ കാണേണ്ട ഇക്വേഷൻ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്കറിയാം വർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ഒരു എഫ് ഡോട്ട് ഡി എസ് ആണ്. പക്ഷേ തെർമോഡൈനാമിക് വേരിയബിൾസ് വെച്ചിട്ട് വേണം തെർമോഡൈനാമിക് പ്രോസസ്സിൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ, അതായത് പ്രഷർ, വോളിയം ടേംസ്. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന ടേംസിനെ നമ്മൾ വോളിയത്തിലേക്കൊക്കെ എങ്ങനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഇസ് ദ ജനറൽ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ തെർമോഡൈനാമിക് പ്രോസസ്. Consider a gas filled in a cylindrical vessel fitted with a piston. In equilibrium, the pressure of the gas is P and volume V. The cross-sectional area of the vessel is capital A. അപ്പോൾ അതിൻ്റെ പിസ്റ്റൻ്റെ പൊസിഷൻ ആദ്യം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഡോട്ടഡ് ലൈൻസ് ഉള്ള പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് ഡി എക്സ് എന്ന ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോഴാണ് അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ. സപ്പോസ് ഡ്യൂ ടു സം റീസൺ, എക്സാമ്പിൾ, by giving heat to the system or by taking off weights from the piston moves upward and consequently volume of the gas increases. അപ്പോൾ നമുക്കറിയാം അതിൽ ഹീറ്റ്, ആ ചേംബർ അല്ലെങ്കിൽ ആ സിലിണ്ടർക്ക് വെസൽ ഹീറ്റ് ചെയ്യണമെങ്കിൽ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പിസ്റ്റൺ മുകളിലേക്ക് പോകും. ആ ഡോട്ട് ലൈൻസോടെ എത്തിയെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ കുറേ വെയിറ്റ് നമ്മൾ ആ പിസ്റ്റണിൽ വെച്ചിട്ടുണ്ട്, ആ വെയിറ്റ് ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ ആ പിസ്റ്റൺ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ഏതോ രീതിയിൽ എക്സ്പാൻഡ് ചെയ്തു, അപ്പോൾ സം ഡിസ്പ്ലേസ്മെന്റ് വന്നു, ഡെൽറ്റ എക്സ് ഒരു ഡി എക്സ്, ആ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ആ ഡോട്ടഡ് ലൈൻസിലേക്ക് ആ പിസ്റ്റൺ മൂവ് ചെയ്യണം. അപ്പോൾ അവിടെ കുറച്ച് വർക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ വർക്കാണ് നമ്മൾ കാണുന്നത്. ഇഫ് delta x or dx is a small displacement of the piston when pressure of the gas P. അപ്പോൾ P ആ ഗ്യാസിന്റെ പ്രഷർ P ആണ്, ഡെൽറ്റ എക്സ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. ദ സ്മോൾ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ്, അപ്പോൾ ചെറിയ വർക്ക് ഡൺ നമുക്കറിയാം ഡെൽറ്റ ഡബ്ല്യു, സ്മോൾ വർക്ക് ഡൺ ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് തെർമോഡൈനാമിക് വേരിയബിൾസ് അല്ല. അപ്പോൾ ഫോഴ്സിനെയും ഡിസ്പ്ലേസ്മെന്റിനെയും തെർമോഡൈനാമിക് വേരിയബിളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് വി ഹാവ് ദ ഇക്വേഷൻ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ എഫിന് പി ഇൻറ്റു എ എന്ന് കൊടുത്തു. സോ പി ഇൻറ്റു എ ഇൻറ്റു ഡി എക്സ്, ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ദാറ്റ് ഇസ് വോളിയം. അപ്പോൾ വർക്കിന്റെ പി ഡി വി എന്ന ഇക്വേഷനിലേക്ക് മാറ്റി കിട്ടി. അപ്പോൾ ആക്ച്വലി എഫ് ഡോട്ട് ഡി എസ് ഓർ എഫ് ഡി എക്സ് ആണ് ഇക്വേഷൻ. അപ്പോൾ എഫും ഡി എക്സും തെർമോഡൈനാമിക് വേരിയബിൾസ് അല്ല. അപ്പോൾ തെർമോഡൈനാമിക് വേരിയബിളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് എഫിന് പി എന്ന് കൊടുത്തു, ഡി എക്സ്. അപ്പോൾ ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ദാറ്റ് ഇസ് വോളിയം. സോ പി ഇൻറ്റു ഡെൽറ്റ വി. അപ്പോൾ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി. സോ ഡി വി ഇസ് ദ increasing in the volume, അപ്പോൾ ചേഞ്ച് ഇൻ വോളിയം ആണ് ഡെൽറ്റ വി എന്ന് പറയുന്നത്. ഇഫ് V1 is the initial volume and V2 is the final volume of the gas, then the total work done by the gas, അപ്പോൾ total work done initial to final. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യും നമ്മൾ. സോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ ഡബ്ല്യു ഡബ്ല്യു ആയിട്ട് മാറും, P into V2 minus V1, that is V2 minus V1 is delta V ആണ്. If the pressure of the gas remains constant throughout the process, നമ്മൾ ഈ പ്രോസസ് പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ പ്രോസസ് ആണ്. അപ്പോൾ പി കോൺസ്റ്റന്റ് ആണ്, ചേഞ്ച് ഇൻ വോളിയം ആണ് അവിടെ വർക്ക് ഡൺ ആയിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ എടുക്കുന്നത്. But in actual practice നമുക്കറിയാം the pressure of the gas decreases with increasing volume. Then so expression become എന്താവും, W equal to integral V1 V2 PdV. കാരണം ആക്ച്വൽ കേസ് നമുക്കറിയാം പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതോറും അല്ലെങ്കിൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഇൻ വോളിയം. വോളിയം ഇൻക്രീസ് ചെയ്യുന്നതോറും പ്രഷർ ഓഫ് ഗ്യാസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പോൾ ആ ചേഞ്ചസ് P1 Pനും ബാധകമാണ്. അപ്പോൾ W is equal to integral V1 V2 PdV. So this is the expression for, that is general expression for work done in thermodynamic process. അപ്പോൾ ഏത് തെർമോഡൈനാമിക് പ്രോസസ്സിലെ വർക്ക് ഡൺ കാണാനും നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇനി ഓരോ വർക്ക് ഡൺ കാണുമ്പോൾ ഇതെവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് ആ ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിന്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യും, എന്നിട്ട് ലാസ്റ്റ് വർക്ക് ഡണിലേക്ക് വരും. സോ ദിസ് ഇസ് ദ ജനറൽ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ തെർമോഡൈനാമിക് പ്രോസസ്. So next, work done in an isochoric process. അപ്പോൾ isochoric process നമുക്ക് എന്താണെന്ന് അറിയാം, a thermodynamic process in which volume remains constant is called isochoric process. അപ്പോൾ isochoric processലെ വർക്ക് ഡൺ, അതായത് ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിൽ വോളിയം മാറുന്നില്ല എങ്കിൽ, that is V equal to a constant, delta V equal to 0. അപ്പോൾ വർക്ക് ഡൺ, ദാറ്റ് ഇസ് W is equal to integral V1 V2 PdV, that is equal to 0. കാരണം നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞാണ് തെർമോഡൈനാമിക് പ്രോസസ്സിൽ വർക്ക് ഡൺ കാണാൻ W equal to integral V1 V2 PdV ആണ്. അതിൽ ചേഞ്ച് ഇൻ വോളിയം, ദാറ്റ് ഇസ് dV 0 ആയതുകൊണ്ട് വർക്ക് ഡൺ എന്താവും, 0 ആണ്. അപ്പോൾ ഇൻ ഐസോകോറിക് പ്രോസസ്സിൽ
always the work done is 0. The work done in an isochoric process is always 0. Next, work done in an isobaric process. അപ്പോൾ isobaric process നമുക്ക് pressure remains constant എന്ന് അറിയാം. A thermodynamic process in which pressure remains constant is called isobaric process. So that is P is a constant or delta P equal to 0. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് delta P equal to constant എന്ന് പറഞ്ഞാൽ തെറ്റാണ്. delta P equal to 0. അപ്പോൾ ഒരു thermodynamic process pressure remains same ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് isobaric process. അപ്പോൾ നമുക്കറിയാം വർക്ക് ഡൺ എങ്ങനെ തുടങ്ങണം? വർക്ക് ഡൺ W is equal to ഇന്റഗ്രൽ V1 V2 PdV ആണ്. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാം കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? പുറത്ത് വയ്ക്കാം. സോ P ഇന്റഗ്രൽ V1 V2 PdV ആണ്. അവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് പുറത്തെടുത്ത് വെച്ചത്. ഇനി dVനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ dV എന്ന് പറഞ്ഞാൽ ചെറിയ ചേഞ്ച് ആണ്. ആ ചെറിയ ചേഞ്ചിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇറ്റ് ബിക്കം V. കാരണം ഇന്റഗ്രൽ dx ആകുമ്പോൾ x ആണ്, ഇന്റഗ്രൽ dy എന്ന് പറയുന്നത് y ആണ്. അപ്പോൾ ഇന്റഗ്രൽ dV എന്ന് പറയുന്നത് ഇറ്റ് ബിക്കം V. അപ്പോൾ ലിമിറ്റ് ഉണ്ടാവും V1 V2 അതാണ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തത്. അപ്പോൾ ആദ്യം നമുക്ക് വിക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കും, then ലോവർ ലിമിറ്റ് കൊടുക്കും. സോ W is equal to P into V2 minus V1. So this is the work done in isobaric process. Clearly, in an isobaric process, the work done is equal to the product of pressure and change in volume. പ്രഷറിന്റെയും ചേഞ്ച് ഇൻ വോളിയത്തിന്റെ പ്രൊഡക്റ്റ് ആണ് ഐസോബാരിക് പ്രോസസ്സിലെ വർക്ക് ഡൺ. ഇനി നമുക്ക് അതേപോലെ ഐസോതെർമലും അഡിയബാറ്റിക് വർക്ക് ഡൺ ആണ് നോക്കാനുള്ളത്. ആ രണ്ട് കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ്ലി അതാണ് എക്സാംസിന് ചോദിച്ചു കണ്ടിരിക്കുന്നത്. ഇതിനേക്കാളും ചോദിച്ചിരിക്കുന്നത് അതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഫീൽ ഫ്രീ ആസ്ക് ടു കമന്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.